വെൽക്കം ടു കുക്കിംഗ് ഇൻ സിമ്പിൾ. ഞാൻ ജെസി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ദുൽഷെ ഡിലിഷിന്റെ റെസിപ്പി ആയിട്ടാണ്. പേര് കേട്ടിട്ടൊന്നും ആരും പേടിക്കേണ്ട. ഇത് ആക്ച്വലി ഒരു ടോഫി സോസ് ആണ്. നിങ്ങൾക്ക് പുഡിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഒരു സോസ് നിങ്ങൾ സാധാ പ്ലെയിൻ പുഡിങ്ങിൽ വരെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ പുഡിങ്ങിന്റെ ഫ്ലേവർ വേറെ ലെവലാവും, നല്ല ടേസ്റ്റി ആയിട്ട് മാറും. അപ്പൊ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. പല മെത്തേഡും നമ്മൾ ചെയ്യാറുണ്ട്. ഇന്നൊരു ഈസി മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കി നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് ആഡ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഒന്നില്ലെങ്കിൽ ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇതിനായിട്ട് ഞാൻ ഒരു ഹെവി ബോട്ടം പാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വൈറ്റ് പാൻ ആണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് ഇതിന്റെ കളറൊക്കെ ശരിക്കും മനസ്സിലാവും. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാം. കാരമലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പഞ്ചസാര മാത്രമാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. ഇത് മെൽറ്റ് ആയിക്കോളും. മെൽറ്റ് ആയിട്ട് ബ്രൗൺ കളർ ആയിട്ട് വരും. നിങ്ങൾക്ക് ഈ ഒരു സോസിന് എന്ത് കളർ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ബ്രൗൺ ആക്കിയിട്ട് എടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഡീപ്പ് ബ്രൗൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം കുക്ക് ചെയ്തിട്ട് ബ്രൗൺ കളർ ആക്കാം. പക്ഷെ സാധാരണ ഈ ഒരു സോസിന് ഉണ്ടാവുക നമ്മളൊരു കാരമൽ ടോഫിന്റെ ആ ഒക്കെ ഒരു കളറാണ്. അപ്പം ഏകദേശം ആ ഒരു കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. ഇതിപ്പം ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. ആ ഒരു ഉപ്പിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സോൾട്ടഡ് ബട്ടറും ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുറച്ചായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നുമല്ല, പാലാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പാല് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വെക്കുക. കുറച്ചായിട്ട് ചേർക്കുക. 1/3 കപ്പാണ് പാൽ എടുത്തിട്ടുള്ളത്. കുറച്ചായിട്ട് തന്നെ പാല് ചേർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ നല്ല ചൂടുള്ള കാരമലിലേക്ക് പാല് ചേർത്ത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. അപ്പം തീ കുറച്ച് വെച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഇത് മിക്സ് ആയിട്ട് എടുക്കാൻ പറ്റും. പാല് കുറച്ചായിട്ട് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് ബോയിൽ ആക്കിയിട്ട് എടുക്കുക. അപ്പൊ ഇതിൽ അവിടെ ഇവിടെ ആയിട്ട് കാണുന്ന തരിയും മെൽറ്റ് ആവാത്തതൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും. ഇതേ സോസിന്റെ റെസിപ്പി നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് കുക്കറിൽ വേവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് പക്ഷെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അത് നിങ്ങൾ 20 മിനിറ്റ് കുക്കറിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് കൂളിംഗ് ചെയ്യണം, ഒക്കെ ചെയ്യണം. പക്ഷെ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആവും. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഇത് വേണ്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ സോസ് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ക്യാന് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1 ക്യാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കപ്പും കുറച്ചും കൂടെ ഉണ്ടാവും. ഞാനിപ്പോൾ അതിൽ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് ബോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ടോഫി സോസിന്റെ കളറും ഫ്ലേവറും തന്നെ ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് ഇത് എക്സ്ട്രാ തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വരും. അതല്ല ലൂസ് കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഇളക്കുന്ന സമയത്ത് ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇളക്കുക. അപ്പോൾ സൈഡിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രേപ്പ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് ബോയിൽ ചെയ്യാം. എന്നിട്ട് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാൻ നേരത്തെ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോൾട്ടഡ് ബട്ടർ ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഡുൽസെ ഡിലേച്ചെ, അതായത് DDL സോസ്, ടോഫി സോസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തണുത്ത് വരുന്ന സമയത്ത് ഇത് നല്ലോണം തിക്കായിട്ട് വരും കേട്ടോ. അതായത് ഒരു ക്രീം ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് സ്പ്രെഡബിൾ കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 3-4 മിനിറ്റ് കൂടെ എക്സ്ട്രാ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അത് കൂളിംഗ് ആയി കഴിഞ്ഞപ്പോൾ അതിന്റെ കളറും ഒന്നും കൂടെ ഡീപ്പ് ആയിട്ടുണ്ട്. നല്ല ഒരു ഗ്ലേസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കേക്കിലൊക്കെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, പുഡിങ്ങിൽ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ്. ക്രീമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ വരും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.